അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് അൻവാർ ഫസിൻ്റെ കുടുംബം, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഫറഹ് സുറൂർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ 114 സൂറത്തുകളിൽ വളരെ വേറിട്ട സൂറത്തും ഏറ്റവും വലിയ സൂറത്തുമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് നമുക്കൊക്കെ പരിചയമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. അതായത് 286 ആയത്തുള്ള 2.5 ജുസോളം വരും വിശാലമായൊരു സൂറത്താണ് സൂറത്തുൽ ബഖറ. പലപ്പോഴും സൂറത്തുൽ ബഖറ വലിയ സൂറത്തായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഓതൽ പതിവുള്ള സൂറത്തുകളിൽ എന്ത് വരാറില്ല, സൂറത്തുൽ ബഖറ വരാറില്ല. പിന്നെ ഖത്മൊക്കെ ഓതുമ്പോൾ അങ്ങനെ വരാം എന്നുള്ളതല്ലാതെ നമ്മൾ പ്രത്യേക ഒരു പരിഗണന കൊടുക്കാറില്ല. എന്നാൽ സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് ഈ ഉമ്മത്ത് പ്രത്യേകം എടുത്തു പാരായണം ചെയ്യേണ്ട ഒരു സൂറത്ത് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകളും ബെനിഫിറ്റുകളും കിട്ടുന്ന സൂറത്താണ് സൂറത്തുൽ ബഖറ, അല്ലെങ്കിൽ അതിൻ്റെ പാരായണം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തന്നെ ഇഖ്റഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യണം. കാരണം അതിനെ ഒരാൾ സ്വീകരിച്ചാൽ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാന്നുള്ളത് ഒരാൾ വിലക്കെടുത്താൽ, പരിഗണിച്ചാൽ, ഫഇന്ന അഖദഹാ ബറക, അത് തീർച്ചയായിട്ടും ബറക്കത്താണ്. യാസീൻ ഓതുന്നതിൽ മാത്രം, സൂറത്തുൽ വാഖിഅ ഓതുന്നതിൽ മാത്രമല്ല ബറക്കത്ത്, സൂറത്തുൽ ബഖറ ഓതുന്നതിലും തീർച്ചയായും ബറക്കത്തുണ്ട്. വതർക്കുഹു ഹസറ, ഒരാളതിനെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി പാരായണം ചെയ്യുന്നില്ലെങ്കിൽ, ആണായാലും പെണ്ണായാലും, അത് പരാജയമാണ്, ഹസറത്താണ്, തോൽവിയാണ്, ഫെയിലായി പോവും, പരാജയപ്പെട്ടു പോവും. വിജയിക്കാൻ പറ്റുന്നൊരു സൂറത്താണ്, ബറക്കത്ത് കിട്ടുന്ന സൂറത്താണ്. ലം യദ്ഖുലി ശൈത്വാനു ബൈതഹു 3 ലയാൽ, 3 ദിവസം, ഒരു ദിവസം, ഒരു രാത്രിയിൽ സൂറത്തുൽ ബഖറ ഒരു കുടുംബത്തിൽ ഓതിയാൽ 3 ദിവസത്തേക്ക് പിശാചിന് ആ വീട്ടിൽ അഡ്മിഷൻ ഇല്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പിശാചിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കളയാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ബഖറ. അപ്പോൾ പലപ്പോഴും വീട്ടിൽ, കുടുംബത്തിൽ, വീടിനകത്ത്, നമ്മുടെ വസ്തുവിൽ പൈശാചികമായ പല പ്രസൻസും ഉണ്ടാവും. അതുകൊണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത ചൊറിച്ചിൽ പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത തലവേദന, അങ്ങനെ സാധാരണ ഒരു ഫിസിക്കലി പ്രശ്നമല്ലാതെ നമുക്ക് തോന്നുന്ന പല പ്രശ്നങ്ങളും, അത് വേദനകളാകാം, രോഗങ്ങളാകാം, മൂഡ് ഓഫ് ആകാം, പലതും ആകാം. അതിലൊക്കെ ഒരു പരിധിവരെ പിശാചിൻ്റെ പ്രസൻസാണ്, ശൈത്താന്മാരുടെ ഇടപെടലാണ് ഉണ്ടാകുന്നത്. അതിന് പൂർണ്ണമായിട്ട് സലാമത്താകാൻ പറ്റുന്ന ഒരു വലിയ അവസ്ഥ നമ്മുടെ വസ്തുവിൽ, നമ്മുടെ വളപ്പിൽ, നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ പൈശാചികമായ പ്രസൻസ് ഒന്ന് ഒഴിവായി കിട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് പറ്റിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും പിശാച് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിലേക്ക് അടുക്കില്ല. തജ്ലീബുൽ ബറക്കത്ത, അത് ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. ആ ഓതുന്ന കുടുംബത്തിൽ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടാവും. ഒരാൾ ഓതിയാൽ അവർക്ക് പ്രത്യേക ദുആക്ക് ഇജാബത്തുണ്ട്. മാത്രമല്ല സിഹർ, ഐന്, ഹസദ്, സിഹറിൻ്റെ മാരണത്തിൻ്റെ പ്രശ്നങ്ങൾ, സിഹറിൻ്റെ, അതേപോലെ തന്നെ കണ്ണേറിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെയാണ് ഹസദിൻ്റെ, അസൂയയുടെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് ഹിഫ്ള്, കാവൽ കിട്ടാൻ സൂറത്തുൽ ബഖറ കുടുംബത്തിൽ പാരായണം ചെയ്യൽ വലിയൊരു കാരണമാണ് എന്ന് നമുക്ക് ഹദീസിൻ്റെ വെളിച്ചത്തിൽ കാണാം. ഇവിടെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കണം. സൂറത്തുൽ ബഖറ ഇത്രയും വിശാലമായ വലിയൊരു സൂറത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് മുഴുവനായിട്ട് ഓതാൻ പലപ്പോഴും സാധിച്ചോളണമെന്നില്ല. എന്നാൽ നമുക്ക് മുടങ്ങാതെ ഓതാൻ പറ്റുന്നൊരു ഭാഗം മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. ഹദ്ദാദ്, തങ്ങളൊക്കെ ഹദ്ദാദ് തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഭാഗം കൊണ്ടാണ്, സൂറത്തുൽ ബഖറയുടെ തുടക്കം കൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്ക് കാണാൻ പറ്റും സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം, അതായത് ഈ ഒരു ഭാഗം ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ വരെ. അപ്പോൾ അഊദു ബിസ്മി തുടങ്ങിയിട്ട് ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ ഈ ഒരു ഭാഗം വരെ പ്രിയപ്പെട്ടവരെ ഡെയിലി പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫാത്തിഹ ഓതുന്നതിൻ്റെ അത്രേ പ്രയാസമുള്ളൂ, അത്രയേ ഉള്ളൂ. അത് മുടങ്ങാതെ പാരായണം ചെയ്യുന്നൊരു താല്പര്യം നമ്മളൊക്കെ എടുക്കണം.
ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരൊക്കെ ഈ ക്ലാസ് ഒന്ന് ക്യാച്ച് ചെയ്യണം. മുടങ്ങാതെ ഈ ഒരു ഭാഗം. ഇതിൻ്റെ പ്രത്യേകത ഇത് പതിവാക്കിയാൽ മനഃപ്പാടമാക്കാൻ, ബൈഹാർട്ടാക്കാൻ നമുക്ക് മെമ്മറിക്ക് നല്ല പവറായിരിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളോട് ഞാൻ പറയാം, സ്റ്റുഡൻസായ നമ്മുടെ മക്കളോട് പറയാം, അൻവർ എഫ്എസിൻ്റെ കുടുംബത്തിലെ മക്കളോട് പറയാം, നമ്മളോട് മഹബത്തുള്ള മക്കളോട് പറയാം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മുതിർന്നവർക്കും നല്ല ഓർമ്മശക്തി, മെമ്മറി പവർ ഉണ്ടാകാൻ, ഗ്രാഹ്യശക്തി ഉണ്ടാകാൻ, മനഃപ്പാടാക്കാൻ, ഹിഫ്ള്, ഖുവ്വത്തുൽ ഹിഫ്ള് അത് കിട്ടാൻ ഈ ഒരു ഭാഗം മുടങ്ങാതെ പാരായണം ചെയ്താൽ അത്ഭുതകരമായ ഫലം കിട്ടുന്നതാണ്. മാത്രമല്ല ശരീരത്തിന് എപ്പോഴും ക്ഷീണവും തളർച്ചയും, എപ്പോഴും ഒരു തളർച്ചയും ക്ഷീണവുമാണ്. എന്താ കാരണമൊന്നും മനസ്സിലാകുന്നില്ല. ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, ഷുഗർ പ്രഷറിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ എപ്പോഴും ക്ഷീണമാണ്. ചുമ്മാ കിടക്കണമെന്ന് തോന്നുക, ഇരിക്കുമ്പോൾ അവിടെ അലസമായിട്ടിരിക്കുക, ഒന്നിനൊരു ആക്റ്റീവാകാനുള്ള ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അങ്ങനെ ശരീരത്തിന് തളർച്ച, ക്ഷീണം, പ്രയാസം, ഉന്മേഷക്കുറവ് ആരെ ബാധിച്ചാലും പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ ഈ ഒരു ഭാഗം മുടങ്ങാതെ പാരായണം ചെയ്താൽ എല്ലാവിധ ക്ഷീണവും മാറി നല്ല ഊർജ്ജസ്വലത കിട്ടുന്നതാണ്, നല്ല ശക്തി കൈവരിക്കാൻ സാധിക്കുന്നതാണ്, നല്ല ആരോഗ്യം ഉണ്ടാവും. അതേപോലെ തന്നെ മൂന്നാമതൊരു പ്രത്യേകത, ഹൃദയത്തിൽ അറിവുകൾക്ക് ഒരു സ്ഥിരത ലഭിക്കും. ഹൃദയത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കൊരു സ്ഥിരത, അത് നഷ്ടപ്പെട്ടു പോകില്ല. പഠിച്ചത് അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഫലം ചെയ്യാൻ തുടങ്ങും. അത് ഈ പരിശുദ്ധമായ ഭാഗം പാരായണം ചെയ്താൽ ഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല മഅരിഫത്ത് സമ്പാദിക്കാൻ കഴിയും. അള്ളാഹനെ അറിഞ്ഞിട്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹനെ തിരിച്ചറിയുക, അള്ളാഹിൻ്റെ മഅരിഫത്ത് തുറന്നു കിട്ടുക, അത് വലിയൊരു ഭാഗമാണ്. ആ ഒരു ഭാഗം, ആ ഒരു എഫക്റ്റ് നമ്മുടെ കൽബിലേക്ക് വന്നിട്ടില്ല. അത് വരാൻ കാരണമാകും ഈ ഒരു ഭാഗം മുടങ്ങാതെ പാരായണം ചെയ്താൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറ മൊത്തത്തിൽ ഓതുന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അതിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞു. അതോടൊപ്പം സൂറത്തുൽ ബഖറയുടെ തുടക്ക ഭാഗം, ഈ ഒരു ഭാഗം മുടങ്ങാതെ ഓതിയാൽ കിട്ടുന്ന അത്ഭുതകരമായ നേട്ടം പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ക്ഷീണം, തളർച്ചയൊക്കെ മാറും, ഇല്ലായ്മയൊക്കെ മാറിയിട്ട് നമ്മൾ ഉഷാറാകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പതിവായി ഓതണ്ട സൂറത്തുൽ ബഖറയുടെ തുടക്ക ഭാഗം അത് നമുക്കൊന്ന് പരിചയപ്പെടാം, അതിൻ്റെ ഖിറാഅത്തൊന്ന് പരിചയപ്പെടാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ഈ ഒരു ഭാഗമാണ് മനോഹരമായി മുടങ്ങാതെ നമ്മൾ ഓതേണ്ടത്. എല്ലാവരും ഏറ്റെടുക്കണം. ഇതൊരു വലിയ സൗഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മയൊക്കെ അല്ലാഹു ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله